വോയേജ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമർവപുത്തലം ലക്ഷദ്വീപിലെ ആന്ധ്രോദ്വീപനാണ്. ഇന്നിപ്പോൾ ഞാനുള്ളത് ആന്ധ്രോദ്വീപിലെ MGSS ഗ്രൗണ്ട്. ഇവിടെ ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് നടക്കുകയാണ്. അവിടെ വളരെ മനോഹരമായ രീതിയിൽ BBFC ക്ലബ്ബുകാർ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. ക്ലബിൻ്റെ ഭാരവാഹികളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നും ഇങ്ങനെയുള്ള കളിയുടെ ഉദ്ദേശത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിനി അറിയേണ്ടത്. മാത്രമല്ല ഇന്ന് ഫുട്ബോളിൻ്റെ മേഖലയിൽ നാഷണൽ വൈഡായിട്ട് തന്നെ നമ്മൾ ലക്ഷദ്വീപ് അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. GSFA ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റേ ബീച്ച് ഫുട്ബോളിലും എല്ലാം നാഷണൽ വിന്നറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആന്ധ്രോദ്വീപിൽ ഇതുപോലുള്ള മത്സരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. തീർച്ചയായും. ഓക്കെ, ഇനി ക്ലബിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇവിടെ എത്ര ടീം രജിസ്റ്റർ ചെയ്തു അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഒരു രൂപരേഖ കൂടി ഞങ്ങൾക്ക് കിട്ടിയാൽ നന്നായിരുന്നു. ബ്ലാക്ക്ബറി ഫുട്ബോൾ ക്ലബ്ബ് ആന്ധ്രോദ്വീപ് ഇത് 3ാമത്തെ സീസണാണ് ഫ്ലഡ് ലൈറ്റ് ഫൈസുമായിട്ട് കടന്നു വരുന്നത്. ആദ്യ സീസൺ 2017 അതിനുശേഷം തുടർന്ന് അടുത്ത വർഷം 2018 സീസൺ 2 ഉണ്ടായിരുന്നു. 2019 ഞങ്ങൾ പ്ലാൻ ചെയ്ത് പരിപാടികളൊക്കെ ആരംഭിച്ച ടൈമിലാണ് കോവിഡിൻ്റെ ബ്രേക്ക്. പിന്നെ അങ്ങനെ നീണ്ടുപോയി. ഇന്നിപ്പോൾ ഒരു 6 വർഷത്തോളം കാത്തു നിന്നതിന് ശേഷമാണ് 3ാമത്തെ സീസണുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വളരെയേറെ ആവേശത്തിലാണ്. ഞങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നതിൻ്റെ കൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് അതിൻ്റെ സന്തോഷമാണെന്നറിയില്ല, ഇന്ന് ഇവിടെ കിക്ക് ഓഫ് നടന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. ഇത്രയും നാളും ബ്രേക്കായിട്ട് ലഭിച്ചത് കൊണ്ട്, ബ്രേക്കായതിനു ശേഷം ലഭിച്ച ഒരു മുഹൂർത്തമായത് കൊണ്ടാണോ എന്നറിയില്ല, നേരത്തെയുള്ള സീസണിനേക്കാളും കൂടുതൽ ആവേശം ഞങ്ങളുടെ ക്ലബ് അംഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്രൗണ്ടിലെ നിറഞ്ഞ സദസ്സിൻ്റെ മാച്ചിൻ്റെ ഇടയിലുള്ള സദസ്സിൻ്റെ ആവേശവും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലെ സെവൻസ് മൈതാനങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ഒരു ആവേശം നമ്മുടെ കൊച്ചു തുരുത്തിലും കൊണ്ടുവരാൻ ബ്ലാക്ക്ബറി ഫുട്ബോൾ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ടൂർണമെൻറ്റിൽ 25 ടീമുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. 25 ടീമുകൾ ആദ്യ റൗണ്ടിൽ 50 മത്സരങ്ങൾ കളിക്കുന്നു, 5 പൂളുകളിലായിട്ട്. മൊത്തത്തിൽ 50 മത്സരങ്ങൾ ആദ്യ റൗണ്ടിലുണ്ട്. ഓരോ ടീമിനും 4 വീതം മത്സരങ്ങളുണ്ട്. ഇതിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് 10 ടീമുകൾ, ഓരോ പൂളിൽ നിന്നും 2 വീതം ടീമുകൾ വന്നിട്ട് 10 ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത റൗണ്ടും ലീഗ് റൗണ്ടാണ്. അവിടെയും ഓരോ ടീമിനും 4 വീതം മത്സരങ്ങൾ ലഭിക്കുന്നു. അവിടെ 2ാമത്തെ റൗണ്ടിലും 20 മത്സരങ്ങൾ. അതിനുശേഷം ആ 2 പൂളുകളിൽ നിന്നും വിന്നേഴ്സും റണ്ണേഴ്സും സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആവുന്നു. പിന്നെ ഫൈനൽ. അങ്ങനെ മൊത്തത്തിൽ 74 മത്സരങ്ങൾ, ഏകദേശം 32ഓളം രാത്രികളിൽ ഈ ഗ്രൗണ്ട് കാൽപന്ത് കളിയുടെ ആവേശത്തിലായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. പിന്നെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ സീസണിൽ ഞങ്ങൾക്ക് വളരെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, മുമ്പ് നടന്ന 2 സീസണുകളിലും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പണികളിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കൊക്കെ ആവേശമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ മിസ്റ്റർ ഷമീർ ഭായ്, അദ്ദേഹത്തിൻ്റെ അഭാവം ഞങ്ങളെല്ലാവരിലും വിഷമമുണ്ടാക്കുന്നു. മാത്രമല്ല നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ കവാടത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റേഡിയത്തിനും പേര് നൽകിയിരിക്കുന്നത് ഷമീർ ഭായ് മെമ്മോറിയൽ ഗേറ്റ് എന്നും ഷമീർ ഭായ് മെമ്മോറിയൽ സ്റ്റേഡിയം എന്നുമാണ്. അത് അദ്ദേഹത്തിനോടുള്ള ഞങ്ങളുടെ ഓർമ്മയാണ്, അദ്ദേഹത്തോടുള്ള കടപ്പാടാണ്. ഞങ്ങൾ നേരത്തെ വേദിയിൽ പറഞ്ഞതുപോലെ എവിടെ ഇരുന്നെങ്കിലും അദ്ദേഹം ഈ കളിയും ഈ മൈതാനവും ഈ വേദിയും ഒക്കെ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം സന്തോഷവാനായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. ഏതായാലും ഇങ്ങനെയുള്ള മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷദ്വീപിലെ ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു 25 ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ടീമിൻ്റെ കളി കഴിഞ്ഞ് ഇനി തുടർന്നുള്ള മത്സരങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 15 വയസ്സും 16 വയസ്സും 14 വയസ്സുമുള്ള കുട്ടികൾ വരെ മത്സരത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവരുടെ കളി നമുക്ക് പ്രത്യേകിച്ച് ഈ കോച്ചിങ് ഫീൽഡുകളിൽ കുട്ടികളായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അറിയാം. അവർ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കും. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ മനസ്സ് കവരുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കൊച്ചുകുട്ടികളുടെ ടീം, അതായത് 15-16 വയസ്സുള്ള സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ടീമുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രായത്തിലുള്ള കുട്ടികൾ നമുക്ക് നാഷണൽ തലത്തിൽ ലക്ഷദ്വീപിന് ഒരുപാട് അഭിമാനം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു തലമുറ എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ജനറേഷൻ തന്നെ ആയിരിക്കും. ഇപ്പോൾ അണ്ടർ 17, അണ്ടർ 16 കാറ്റഗറിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്കും ഇവിടെ അവസരങ്ങളുണ്ട്. അവരുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്നുണ്ട്. അതിന് അങ്ങനെയുള്ള അവസരങ്ങളാണ് എല്ലാവരെയും ഓരോ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ നാഷണൽ വൈഡായിട്ട് തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ടീം ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്ന് എത്തിപ്പെടാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് ഞങ്ങളുടെ എല്ലാ പരിപാടികളും കവർ ചെയ്തതിനും ഒപ്പം സഹകരിച്ചതിനും അമർദ സാറിനും വോയേജ് ലക്ഷദ്വീപിനും ക്ലബിൻ്റെ പേരിലും സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ.
ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ടെക്നീഷ്യന്മാരാണ്. ഇവിടുത്തെ സൗണ്ട് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്ന ഒരു ഫീൽ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വിശാലമായ ഒരു ഗ്രൗണ്ടിൽ ഇത്രയും നല്ല രീതിയിൽ ശബ്ദങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ക്രമീകരിച്ച് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അത് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണികൾ ഇരിക്കുന്ന ഗാലറിൻ്റെ അടിയിലൊക്കെ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ ഗ്രൗണ്ട് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിലേയും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. കാരണം ഡിലേ വരാൻ പാടില്ല. ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഡിലേ വരും. അതൊക്കെ കൺട്രോൾ ചെയ്താണ് ഇപ്പോൾ ഇത്രയും വലിയ സംഭവം. പിന്നെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ടെക്നീഷ്യന്മാരാണ് ഇവർ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും വലിയ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയ ഗ്രൗണ്ടിലേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രകാശം ഭയങ്കര സംഭവമായിരുന്നു. കാരണം ലൈറ്റ് ഒക്കെ പുറത്തു നിന്നാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ്. ഇപ്പോൾ ഒരു 6,000-7,000 വാട്ട്സ് ലൈറ്റ് തന്നെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കറണ്ട് പോയാൽ ഞങ്ങൾ ജനറേറ്റർ യൂസ് ചെയ്യാനുള്ള ജനറേറ്റർ വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സെറ്റാക്കി വിട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഞങ്ങളുടെ ഒരു മാക്സിമം എഫേർട്ട് എടുത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ വരും തലമുറക്ക് ഇത് കണ്ട് പഠിക്കാനൊരു അവസരം ഉണ്ടാക്കട്ടെ. തീർച്ചയായും നല്ലൊരു വൈബാണ്. ഇവിടെ കയറി വന്നാൽ തന്നെ നമുക്ക് വേറെ എവിടെയോ ചെന്നെത്തിയ പോലുള്ള വേറെ എന്തോ നമ്മുടെ ലക്ഷദ്വീപിലില്ലാത്ത പോലുള്ള ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ. അത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ഗാലറി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ അറിയാമല്ലോ ഇപ്പോൾ കാര്യങ്ങൾ. അതിന് ഒരുപാട് ടെക്നീഷ്യന്മാരും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തെടുത്തത്. തീർച്ചയായും ഏതായാലും ഇത്രയും നല്ലൊരു സൗണ്ട് എഫക്റ്റ് അതുപോലെ തന്നെ ലൈറ്റ് എഫക്റ്റ് എല്ലാം ചെയ്തെന്ന ഈ നമ്മുടെ സൗണ്ട് ലൈറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ സാർ. Football Club. നമ്മളോടൊപ്പം അനുഗമിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ടൂർണമെന്റ് കമ്മിറ്റി അഡ്വൈസർ ശ്രീമാൻ അബു സാറാണ്. അദ്ദേഹം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ടൂർണമെന്റിന്റെ കാര്യങ്ങളെക്കുറിച്ച് അഡ്വൈസറായ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് കേൾക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ സീസൺ മൂന്നാമത്തെ ആകുമ്പോൾ 2 സീസൺ കഴിഞ്ഞ് മൂന്നാമത്തേത് നമുക്ക് ഈ COVID-19 പ്രശ്നം വന്ന് കുറച്ച് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് അതിനുശേഷം വരുന്ന വീണ്ടും ഒരു ഗ്യാപ്പ് വിട്ട് നടത്തുന്ന ടൂർണമെന്റ് അതിൻ്റെതായ നേരത്തെയുള്ള ടൂർണമെന്റ് ഒക്കെ കോവിഡ് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ടൂർണമെന്റിനേക്കാളും മികച്ചതാക്കാൻ വേണ്ടിയുള്ള പരിപാടിയും അതിൻ്റെ സജ്ജീകരണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കമ്മിറ്റി തീരുമാനിക്കുകയും ഇതിൻ്റെ ഇതിലാണ് ഞങ്ങൾക്ക് ഇത്രയും ഡിലേ വന്നതും പിന്നെ സ്പോൺസേഴ്സിൻ്റെ കുറച്ച് ഡിലേയും പിന്നെ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്പോൺസേഴ്സ് ചെയ്യുന്നത് ഷായിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു അത്രയ്ക്കും ഗ്രാൻഡാക്കി നടത്താനുള്ള ഒരു ആവേശത്തിലാണ് ഞങ്ങൾക്ക് ടൂർണമെൻറ്റ് കമ്മിറ്റിയും ക്ലബ്ബും ഭാരവാഹികളും എല്ലാവരും. അതിൻ്റെതായ ഒരു സന്തോഷം ഇന്ന് തന്നെ നമുക്ക് എല്ലാ സ്റ്റേഡിയം ഫുള്ളായി അത്രയ്ക്കും ഒരു നല്ല ക്രൗഡായിരുന്നു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അത് മാത്രമല്ല കുറേ പേര് ടിക്കറ്റ് കിട്ടാതെ പുറത്തുനിന്ന് കളി വീക്ഷിച്ചവർ അവർ ലാസ്റ്റിൽ ഞങ്ങൾ സീറ്റ് അറേഞ്ച്മെന്റ് കൊടുത്ത് അവരെ കയറ്റി എത്തിയിട്ട് മാക്സിമം ആളെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. നേരത്തെ നടന്ന ടൂർണമെന്റുകളിൽ ഇത്ര 25ഓളം ടീമുകൾ വന്നിരുന്നു. ഇല്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഈ 25 ടീം വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. തീർച്ചയായും ലക്ഷദ്വീപിന്റെ എല്ലാ ടീമുകളിൽ നിന്നും ഏകദേശം പ്ലേയേഴ്സ് വന്നിട്ടുണ്ടല്ലോ. അത് ശരി. വേറെ ടീമിൽ നിന്നും പ്ലേയേഴ്സ് ഓരോ ക്ലബിലേക്കും വന്നിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് ടീം തന്നെയുണ്ട്. ഇതുകൊണ്ട് വളരെ നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ക്ലബിന്റെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങളൊരു ക്ലബ്ബ് ഫോം ചെയ്തതും ഫുട്ബോൾ ക്ലബ്ബ് വന്നതും. ഞങ്ങളുടെ ടീം എല്ലാ മേഖലകളിലും എല്ലാ ആക്ടിവിറ്റീസിലും പോകുന്നുണ്ട്. ഈ സോഷ്യൽ വെൽഫെയർ ആയാലും ബാക്കിയുള്ള എല്ലാ ഈ ലക്ഷദ്വീപിന്റെ ഈ ഫുട്ബോൾ ഈ ഇതിൽ വരുന്ന എല്ലാ ഇതിലും ഞങ്ങളുടെ ക്ലബ്ബ് ഇൻവോൾവ് ആണ് എല്ലാ കാര്യങ്ങളും. That our football team would win runner-up position in the nationals. Now I welcome Dr. Madhavudi. This game of football, and today's tournament will be a testimony of everyone evergreen passion of islanders for football. Under 17 boys category. മാമന്റെ ടിക്കറ്റ് എടുക്കാൻ പെട്ടെന്ന് കിട്ടണം. ഭയ ടിക്കറ്റ് എടുത്തു തരാൻ ചെല്ലരുത് അല്ലേ? Now I request Dr. Majibuddin Al-Jalalia to give away the honor to Safiullah. Now I request Shri B. Al-Muslim to give away the honor to Sinan KK. Honorary Sinan KK by Shrimati Kasir. Now I request Shri K.C. Munir. He played a crucial role to achieve this achievement to this tiny archipelago. And meaning of trophies will be done by
Shri K.C. Munir, Managing Director, Kadiri Enterprises, and the unveiling of the trophies is led by Shri Kali, Retired Sub Officer, Lakshadweep Fire Force. Unveiling and exhibiting trophies and tournament banners by Shri Kali, Retired Sub Officer, Lakshadweep Fire Force. We have two eminent referees to officiate the BBFC Floodlight 5 Season 3, Mr. Manu and Mr. Pranav, much demanded referees of KFI. ആദ്യ മത്സരത്തിലെ നാട്ടിലെ ടീമിനെയും കളിക്കാരെ പരിചയപ്പെടുന്നു. ഇന്നത്തെ മുഖ്യാതിഥി കമാൻഡിംഗ് ഓഫീസർ ശ്രീ രാജു ശർമ്മ. I request the Chief Guest of the day, Mr. Commanding Officer Raju Sharma, ICGS Andhra, to introduce the players, and I also request also Mr. Raju Sharma, Indian Coast Guard Station Andhra. Official, also along with the dignitary. Now the program introducing the players of Sanctions, Rashid, Abdul Mustafa, Sajid, Mudlaq, Rohit and officials, Emmanuel Rosh, and officials, Pranav and Manu. Thank you, sir, and thank you all the dignitaries.
ഭയങ്കര സീരിയസ് അച്ഛനെ അതെ എക്കത്തിനെ എടുത്ത് കാട്ടണേ എവിടെയുണ്ട് ശരിയാ റെഡി എല്ലാം കയറി പോയി അറ്റത്ര എല്ലാം കേട്ടു ഓ നിങ്ങളുടെ ടിക്കറ്റുകൾ കളയാതെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. കൗണ്ടർ പോയിലുള്ള നമ്പർ മാച്ച് ചെയ്യുന്ന ടിക്കറ്റിനായിരിക്കും സമ്മാനത്തിന് അർഹതയുണ്ടാവുക. ടിക്കറ്റ് നമ്പർ 0253. ആദ്യ ദിവസത്തെ സമ്മാനത്തിനർഹനായിരിക്കുന്ന ഭാഗ്യശാലിയായ കാണി സമ്മാനത്തിനർഹമായ ടിക്കറ്റുമായി വേദിയിലേക്ക് വന്നാൽ ടൂർണമെന്റ് കമ്മിറ്റി നൽകുന്ന ടീഷർട്ട് സമ്മാനമായി വാങ്ങിപ്പോകാവുന്നതാണ്. സമ്മാനത്തിനർഹനായിരിക്കുന്ന മിസ്റ്റർ ചെറിയഗോയ. Cheregoya is also a former football player, and we are honored to give the first lucky draw T-shirt to a footballer. Thank you, sir. Thank you, Cheregoya. നാളെ 3 മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യം 7:15 തന്നെ മത്സരങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. അടുത്തതായി ഈ മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ച് ട്രോഫി നൽകുന്ന ചടങ്ങാണ്.
ഈ ടൂർണമെന്റിലെ ഓരോ മത്സരത്തിലുമുള്ള ഹീറോ ഓഫ് ദ മാച്ചിനുള്ള ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തെങ്കാശി ബൈക്ക് വേൾഡ്, ഓപ്പറേറ്റഡ് ബൈ ശ്രീ റഹ്മത്തുള്ള ഖാൻ പെരുമ്പള്ളി. ഈ മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ചിന് അർഹത നേടിയിരിക്കുന്നത് ഗോൾ കീപ്പർ ഓഫ് ടീം കാറ്റ്ലൻസ്. അത് നൽകുന്നതിന് വേണ്ടി റീജിയണൽ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ശ്രീ UK കാസിമിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. And here comes the first hero of the BBFC Floodlight 5 Season 3. നാളെ 3 മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ബ്ലാക്ക്ബെറി FC-യുടെ ടൂർണമെൻറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഇതുപോലുള്ള അവസരങ്ങൾ ഒരുപാട് ലക്ഷദ്വീപിലെ വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരങ്ങൾ നമ്മുടെ ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത് ദ്വീപിലെ കുട്ടികൾക്ക് ഒരുക്കി കൊടുത്ത ബ്ലാക്ക്ബെറി FC എന്ന ക്ലബിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, നന്ദിയും രേഖപ്പെടുത്തുകയാണ്. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.